ഇതാണ് നാഗഞ്ചേരി മന. പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൾക്കാവിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മന ഇന്ന് ഒരു ഔട്ടിംഗ് സ്പേസാണ്. മനയുടെ പ്രധാന കവാടത്തിൽ തന്നെ എന്തിനു വേണ്ടി എന്ന് നിർമ്മിച്ചു എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ ഒരു നിർമ്മിതി ഉണ്ട്. സാമാന്യം നല്ല പൂന്തോട്ടം ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മോഡേൺ ആർട്ട് പോലെ തോന്നിക്കുന്ന ഒരു ശില്പം ഇവിടെയുണ്ട്. എന്നാലും ഏതോ ഹൊറർ മൂവിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാവമാണ് ശില്പത്തിൻ്റെ മുഖത്തിന്. രാത്രി എങ്ങാനും ഇതുപോലെ ഒരു രൂപം മുന്നിൽ കണ്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. നല്ല ഒരു കഥകളി കിരീടം ഇവിടെ പണിതു വച്ചിട്ടുണ്ട്. ഒരു ചെറിയ താമരക്കുളവും പരുന്തും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് ഇവിടെയുണ്ട് എന്നറിഞ്ഞ് നേരെ അവിടേക്ക് ചെന്നു. ആകെ കാട് പിടിച്ച് കിടക്കുന്നു. പ്രധാന കവാടം മുതൽ ആ ഒരു പ്രശ്നം പ്രകടമായി ഇവിടെ കാണാൻ സാധിക്കും. ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരിടം. ഇവിടെ എങ്ങനെയാണ് കുട്ടികളെ വിശ്വസിച്ച് കളിക്കാൻ വിടുക എന്ന് അറിയില്ല. ഈ കാടുകളിൽ ഇഴജന്തുക്കൾ ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. ബൈക്ക് യാത്രികരുടെ ഒരു പ്രതിമയാണ്. ഇതുപോലെയുള്ള സൃഷ്ടികൾ ഒരുപാട് ഉണ്ട് ഇവിടെ. അതാ മറ്റൊരു സൃഷ്ടി. മനയുടെ അകത്തേക്ക് കടക്കാം. ഇന്നും പഴമയുടെ സൗന്ദര്യം ചോരാത്ത ഇടം. നാലുകെട്ടും മരത്തൂണുകളും നിലവറയും എല്ലാം ഒരു ടിപ്പിക്കൽ മനയുടെ അന്തരീക്ഷം ഇന്നും ഇവിടെ നിലനിർത്തുന്നു. നാഗഞ്ചേരി മനയുടെ പ്രൗഢിയെപ്പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒരുപാട് കഥകൾ പറയുവാനുണ്ട് ഈ നാലുകെട്ടിന്, ഈ അകത്തളങ്ങൾക്ക്. കുറേ പഴയകാല ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാ മറ്റൊരു ശില്പം. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വേറെ ഒന്ന്. ഇതിനു മുമ്പ് ഒരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ ചിത്രീകരണത്തിനായി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പഴയ കാലത്തെ വളരെ ലളിതമായ അടുക്കള. വടക്കിനി, തെക്കിനി, പടിഞ്ഞാറേകം എന്നീ വിളിപ്പേരുകളിൽ ഉള്ള മുറികൾ. ജീർണാവസ്ഥയിലുള്ള മച്ചിൻപുറത്തേക്കുള്ള പടവുകൾ. പഴയകാലത്തെ തടിപ്പണികൾ വളരെ മികവുറ്റത് ആയിരുന്നതുകൊണ്ട് ഇവ ഇത്രയും നാൾ നിലനിന്നു എന്ന് വേണം പറയാൻ. പഴയകാലത്തെ പത്തായം, നിലവറ എന്നൊക്കെ പറയപ്പെട്ടിരുന്ന ഭാഗമാണിത്. പത്തായത്തിൽ നെല്ലുണ്ട് എങ്കിൽ എലി അങ്ങ് വയനാട്ടിൽ നിന്നും വരും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? ഇവിടെ നെല്ലില്ല എങ്കിലും എലി കാണാൻ സാധ്യതയുണ്ട്. പണ്ടുകാലത്തെ തറവാടുകളിൽ ഇങ്ങനെയൊരു ഇടം ഉണ്ടായിരുന്നു. നിലവറ എന്നാണ് ഇതിന് പറയപ്പെട്ടിരുന്നത്. ഭൂമിക്കടിയിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരിടമാണിത്. പഴയ കാലത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നിരിക്കണം. ഇവിടുത്തെ അന്തേവാസിയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഇണക്കമുള്ള പൂച്ചയാണ്. പഴയ കാലത്തെ കൊത്തുപണികൾ അവിടെ ഇവിടെയായി കാണാനായിട്ട് സാധിക്കും. മനയുടെ വശങ്ങളും പിന്നാമ്പുറങ്ങളും എല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. കാടിന് നടുവിൽ ഒരു മണ്ഡപമുണ്ട്, ഒരു വിശ്രമ കേന്ദ്രം. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിനപ്പുറം ഒരു കെട്ടിടമുണ്ട് എന്ന് മനസ്സിലാകില്ല. കിയോസ്കോ, റിഫ്രഷ്മെൻ്റ് ഏരിയയോ മറ്റോ ആയി പണിത സ്ഥലം ആണെന്ന് തോന്നുന്നു. ഏതായാലും എല്ലായിടവും കാട് പിടിച്ച് വൃത്തികേടായി കിടക്കുന്നു. പല സ്ഥലത്തും ഇങ്ങനെയൊരു മരം കണ്ടിട്ടുണ്ട് എങ്കിലും പേരെന്താണെന്നറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പേര് എഴുതുമല്ലോ അല്ലേ. ഇത് മനയുടെ പിറകുവശമാണ്. ഇവിടെ ഒരു ഊഞ്ഞാൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പുറകിലെ ഇറയത്തുമുണ്ട് ഒരു ശില്പം. പുകപ്പുര പോലെ എന്തോ ഒന്ന് ഇവിടെ കണ്ടു. എന്താണ് എന്ന് മനസ്സിലായില്ല. കിളികളില്ലാത്ത ഒരു കിളിക്കൂടും. കാട് പിടിച്ചു കിടക്കുന്ന
ഒരു കുളവും അതിനോടടുത്ത പരിസരവും. വൃത്തിയാക്കിയാൽ വളരെ മനോഹരമാകും ഇവിടം, അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. എന്തായാലും ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട്. അവിടെ തന്നെയാണ് എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. 20 രൂപയാണ് നിരക്ക്. പാർക്കിംഗ് ഏരിയ തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ കാട് പിടിച്ചു കിടക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യാൻ ഒരു വേസ്റ്റ് ബിൻ വച്ചിട്ടുണ്ട്. അധികം മാലിന്യങ്ങൾ അവിടെ എവിടെയായി കണ്ടില്ല എന്നതും വളരെ സന്തോഷം തോന്നി. എന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് എങ്കിലും പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റിവെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെയുള്ള ഗുരുതര പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു. കുറച്ചുകൂടെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്താൽ ഒരു മികച്ച പിക്നിക് സ്പോട്ടോ സാംസ്കാരിക കേന്ദ്രമോ ഒക്കെയാക്കി ഉയർത്താൻ സാധിക്കുന്ന ഒരു ഇടമാണ് ഇത്. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പുതുമയുള്ള മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.